മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനാണെങ്കിൽ വിളിക്കുന്നതോടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആദി അങ്ങ് ഇല്ലാണ്ടായി മാറി. അതായത് കണ്ണന് താൻ ദുസ്വപ്നത്തിൽ കണ്ടതുപോലെ യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ സന്തോഷമാകുന്നു. ആ സന്തോഷം നമ്മുടെ മഞ്ജുവിനോടും വന്ന് പ്രകടമാക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മാർക്കോയാണെങ്കിൽ മേഘനെ വിളിച്ച് ഒരു കള്ളത്തരം പറയുന്നുണ്ട്. അതായത് ആക്സിഡൻറ്റിൽ പെട്ട് ഇപ്പോൾ ജീവനോടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ പേരും സാഗർ എന്നാണ്. അതൊരു വല്ലാത്ത അതിശയം തന്നെയാണ്. അപ്പോൾ പേര് കേൾക്കുമ്പം സാഗർ എന്തായാലും ഇവരോടൊപ്പം പോയിട്ടുണ്ടല്ലോ, സാഗറാണെന്നേ ആദ്യം തെറ്റിദ്ധരിക്കൂ. പക്ഷേ കണ്ണനും മാർക്കോയ്ക്കും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിൽ കാണുമെന്നും ആ സംശയം അങ്ങ് തീർത്ത് അവരെ അങ്ങ് സന്തോഷിപ്പിച്ചേക്കാമെന്ന് മാർക്കോ വിചാരിച്ചിട്ട് നമ്പർ മാറി നമ്മുടെ മേഘനെ വിളിക്കുന്നുണ്ട്. എന്നതിന് ശേഷം സാഗർ എന്ന് പറയുന്നവനെ മാത്രം തീർക്കാൻ പറ്റിയില്ലെന്നും കണ്ണനെയും മാർക്കോയെയും തീർത്തു എന്ന് പറയുമ്പം മേഘൻ പറയുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ മാർക്കോ എന്ന് പറയുന്നവനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇനി യാതൊന്നിനും പേടിക്കേണ്ട കാര്യമില്ല, ഇനി എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പൈസ ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അവിടുന്ന് വന്ന് നേരെ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച് പൊയ്ക്കോ, ഇനി അധികം വിളിക്കേണ്ടെന്നൊക്കെ മേഘൻ ഉപദേശിക്കുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത എന്തായാലും നമ്മുടെ പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ മേഘൻ പ്രതാപൻ വഴി നമ്മുടെ കരുണയെ അറിയുന്നുണ്ട്. കരുണയാണെങ്കിൽ സന്തോഷത്തോടെ ഈ വാർത്ത എന്ന് ഉണ്ണിയോടും ദുർഗാമ്മയോടും ഒക്കെ പറയുമ്പം ദുർഗയാണെങ്കിൽ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. മലയ്ക്ക് പോയ ആ രണ്ടെണ്ണം കൊക്കയെ വീണ് മരിച്ചു എന്നും സാഗർ ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണെന്ന് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും ഇനി അധികം താമസിക്കുന്നതിന് മുമ്പിട്ട് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കൊന്നു തീർത്താൽ മാത്രം മതിയായിരുന്നല്ലോ. മഞ്ജു ഇപ്പം ഭർത്താവ് മരണപ്പെട്ട് വീണ്ടും കമലേശ്വരം വീട്ടിലേക്ക് വരുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും മേഘനുമായിട്ട് വീണ്ടും അവളുടെ വിവാഹം നടത്തി വെക്കണമെന്നും അങ്ങനെ അവർ പ്രതീക്ഷിച്ചതുപോലെല്ലാം നടന്നതിൻ്റെ സന്തോഷത്തിലാണ് കരുണയും ദുർഗയും. വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഒറ്റ വെടിക്ക് എല്ലാ ശത്രുക്കളും ഒന്നടങ്ങ് തീർന്നിരിക്കുന്നു. അതായത് കണ്ണൻ തീരുന്നതിലൂടെ കണ്ണൻ്റെ സ്വത്തുക്കൾ മുഴുവനും കിട്ടും. അതുപോലെ തന്നെ മാർക്കോ തീരുന്നതിലൂടെ മഹാലക്ഷ്മിക്ക് ഇനി സംരക്ഷകനായിട്ട് ആരും ഉണ്ടാകത്തുമില്ല. ഇനി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കരടെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ മഞ്ജുവിനെ പിന്നെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യം അവരെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇനി മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാനിങ്ങിലുമാണ് നമ്മുടെ മേഘനാഥൻ. ഈ വിവരം ചെന്ന് സീമന്തിനിയോടും വാമനോടും ഒക്കെ പറയുന്ന സമയത്ത് സീമന്തിനി ചോദിക്കുന്നുണ്ട്, പലതവണ നീ കണ്ണൻ മരിച്ചു മഹാലക്ഷ്മി മരിച്ചു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തിയെ ചിതയൊരുക്കി കത്തിച്ചതിൻ്റെ പേര് പിന്നെ എത്ര ദിവസം ഇവിടെയുള്ള എല്ലാവരുടെയും സമാധാനം നഷ്ടമായി എന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ ഇനി കണ്ണനും വല്ല പ്രേതമായിട്ടും കാണാൻ വരുമോ? നിന്നെ കൊണ്ടൊന്നിനും പറ്റിയില്ല. ഇത് നിന്നെ പറ്റിക്കാനായിട്ട് ആ ഗുണ്ടകൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന കള്ളത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നിൻ്റെ കയ്യിലെ ക്യാഷ് പറ്റിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, ചിലപ്പം ഇവൻ പറയുന്നതിൽ വല്ല വാസ്തവം ഉണ്ടെങ്കിലോ, എങ്കിൽ പിന്നെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെയൊക്കെ നടക്കൂടി. ഇപ്പം സാഗർ എന്ന് പറയുന്നവൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നാണ് ഇവൻ പറയുന്നത്. അത് കേട്ടിട്ട് മേഘം പറയുന്നു, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടച്ചാ, എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണ കാര്യം ഭംഗിയായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അവന്മാരെ നല്ല ചുണക്കുട്ടികളാ, അല്ലെങ്കിൽ പിന്നെ ആ മാർക്കോയെ തീർക്കാൻ അവന്മാർക്ക് പറ്റുമോ എന്നൊക്കെ പറയുന്നു. അതേസമയം ശത്രുക്കൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് ആഘോഷങ്ങൾ തുടങ്ങിയെന്നുള്ള കാര്യം മഞ്ജുവും നമ്മുടെ മഹാലക്ഷ്മിയും അറിഞ്ഞിട്ട് അവരും അതിനെല്ലാം സപ്പോർട്ടെന്ന രൂപത്തിൽ കൂടെ നിൽക്കുന്നുണ്ട്. തൽക്കാലം കണ്ണനും മാർക്കോയും മരിച്ച കാര്യം മഹാലക്ഷ്മിയോടും മഞ്ജുവിനോടും പറയുന്നില്ല നമ്മുടെ ദുർഗയും കരുണയും. കാരണം ഇതിന് പിന്നിൽ കളിച്ചത് ഇവരാണെന്നുള്ള കാര്യം മനസ്സിലാക്കില്ലേ. എന്തായാലും മുത്തശ്ശിയും പ്രതാപനും രണ്ടുപേരും സന്തോഷിക്കുന്നു. മോഹിനിയെ കണ്ട് കുത്തുവാക്കുകൾ കൊണ്ട് ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. അതെല്ലാം കേട്ടിട്ട് നമ്മുടെ മോഹിനിയമ്മയ്ക്കും ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. കണ്ണന് മല കയറാൻ പോയിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ തൻ്റെ ഭർത്താവ് വല്ല ഗുണ്ടകളെയും പറഞ്ഞയച്ചിട്ടുണ്ടായിരിക്കുമോ, അതിൻ്റെ സന്തോഷമാണോ ഈ പ്രകടമാക്കുന്നേ എന്നുള്ള സംശയത്തിൽ മോഹിനിയമ്മ മനസ്സുരുകി ദൈവങ്ങളെ വിളിക്കുന്നുണ്ട്. അധികം താമസിക്കാതെ കണ്ണന് യാതൊരു ആപത്തും കൂടാതെ തിരികെ വരുന്ന ആ ഒരു വാർത്ത അറിയുമ്പോൾ തന്നെ മിക്കവാറും ഇവരുടെ എല്ലാം ജീവൻ പോകും. ഇനി കണ്ണനും മഹാലക്ഷ്മിയെ പോലെ നാടകം കളിച്ച് ഇവരെ പേടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ശത്രുക്കൾ വിചാരിച്ചതുപോലെ നടന്നില്ലെന്ന് മാത്രമല്ല, കണ്ണൻ്റെ കാലിലുണ്ടായ മുടന്തുകൂടി ഇല്ലാണ്ടായി. കണ്ണനും മാർക്കോയും നമ്മുടെ സാഗറും കൂടി ചേർന്ന് ഒളിവിൽ താമസിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം കണ്ണൻ തിരിച്ചു വരുമ്പോൾ ഉണ്ണിയുടെയും മേഘൻ്റെയൊക്കെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന്. എന്തായാലും ഈ സംഭവം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ സീമന്തിനിയുമായി മിക്കവാറും മേഘനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഒരു കാര്യമായിട്ട് നടക്കത്തുമില്ല, ചുമ്മാ
വീരവർത്താനമൊക്കെ പറഞ്ഞ് ഉള്ള ആനുകൂല്യങ്ങളും കൂടി കിട്ടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ഈ മകനെ എന്തായാലും സീമന്തിനി ഇനി നന്നായിട്ട് വെച്ച് നോക്കത്തില്ല. കാത്തിരിക്കാം.